ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് മറന്നു പോകരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആവിപ്പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് പഴം ഇതേപോലെ, നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പഴമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവിപാത്രത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. കടലപ്പൊടി വേണമെന്നില്ല, അവിലാണ് ഏറ്റവും നല്ലത്. ഞാൻ അവിലില്ലാത്തത് കൊണ്ടാണ് കടലപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിൽ തന്നെ തീർച്ചയായും എടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച പഴത്തിലേക്ക് നമുക്ക് ഈ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ആണി വെല്ലമാണ്. ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ റവ. ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് റവ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നിലക്കടല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇതേപോലെ റൗണ്ട് ചെയ്ത് നല്ലോണം ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി ഈ ഒരു കളറായി വരുമ്പം നമുക്ക് എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 2 സൈഡും നല്ല ബ്രൗൺ കളറായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്രൈ ആയി നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.